ACC സ്റ്റുഡൻസ് എക്സാം ക്രാക്ക് ചെയ്യുന്നതിലും പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത് ഫസ്റ്റ് ജോബ് ക്രാക്ക് ചെയ്യാനാണ്. ഫസ്റ്റ് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുണ്ട്, ജോബ് സ്വിച്ച് ചെയ്യാനൊക്കെ വളരെ ഈസി ആവാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഈ ഫസ്റ്റ് ജോബിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ടൈം എടുക്കുന്നത്? അതുപോലെ ഫസ്റ്റ് ജോബ് ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു എൻട്രി കൊമേഴ്സ് പ്രോ യൂട്യൂബ് ചാനൽ. ഐ എം അഞ്ജലി പീറ്റർ, യുവർ ACCA mentor. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ജോബ് ACC സ്റ്റുഡൻസിന് ടഫ് ആകുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ജോബ് ക്രാക്ക് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സ് ടഫ് ആവുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് റീസൺ സ്കിൽസ് ആണ്. എംപ്ലോയേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ACCA പാസ്സായി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അവർക്ക് കുറച്ചുകൂടെ സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ആയിരിക്കും അല്ലെങ്കിൽ എംപ്ലോയീസിനെ ആയിരിക്കും വേണ്ടത്. അപ്പോൾ പലപ്പോഴും ACCA പഠിക്കുന്ന സ്റ്റുഡൻസ് വിചാരിക്കുന്നത് ഞങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ പാസ്സായി അല്ലെങ്കിൽ ACCA നേടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ജോലി കിട്ടും എന്നാണ്. പക്ഷേ ജസ്റ്റ് ACCA എന്ന് പറയുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ഒരു എൻട്രി ടിക്കറ്റ് മാത്രമാണ്. അത് വെച്ച് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും ജോലി കിട്ടില്ല. നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കുറച്ച് സ്കിൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ മാത്രമേ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ മാത്രമാണ് എന്ത് എംപ്ലോയേഴ്സിന് റിക്രൂട്ട് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തൊക്കെ സ്കിൽസാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് പോയിന്റ് വരുന്നത് കോഴ്സ് അവെയറൻസ് ആണ്. ഇപ്പോൾ നമ്മളൊരു 5 വർഷം മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ ACCA ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ടോപ്പ് ലെവലിലുള്ള ബിഗ് 4 കമ്പനീസ്, അങ്ങനെയുള്ള കമ്പനീസിന് മാത്രമായിരുന്നു അറിയുകയുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവെയർനെസ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ACCA ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന കുറേ ടൈമാണ്. അപ്പോൾ എംപ്ലോയീസിൻ്റെ ഇടയിലാണെങ്കിൽ തന്നെ ബിഗ് 4 കമ്പനീസിലും MNC കമ്പനീസിലാണെങ്കിലും ഇന്ത്യൻ കമ്പനീസിൽ പോലും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കമ്പനീസിൽ ഇപ്പോൾ ACCക്കാരെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. പക്ഷേ മീഡിയം അല്ലെങ്കിൽ സ്മോൾ ലെവലിൽ വരുന്ന ഇപ്പോഴും അൺഅവെയർ ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ റിക്രൂട്ടേഴ്സ് ഉണ്ട്. ഈ ഒരു കോഴ്സ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വാല്യൂ അറിയില്ലാത്ത എംപ്ലോയീസ് ഉണ്ട്. അത് നമ്മുടെ കുഴപ്പമില്ല. അത് പക്ഷേ പയ്യെ ഗ്രാജുവലി എന്തായാലും ഡെവലപ്പ് ചെയ്ത് വരും, ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ തന്നെയായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് ലിമിറ്റഡ് എക്സ്പോഷറാണ്. ഇപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ACCയുടെ കേസിൽ നമുക്കൊരിക്കലും ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് മാൻഡേറ്ററി അല്ല. ഇപ്പോൾ നിങ്ങൾ CA കോഴ്സ് നോക്കുകയാണെങ്കിൽ CA കോഴ്സിന് എന്തുകൊണ്ടാണ് വാല്യൂ? CA പാസ്സായി കഴിഞ്ഞാൽ ഇറങ്ങുന്ന ഒരാൾക്ക് എന്തായാലും ജോബ് കിട്ടും. എന്തുകൊണ്ടാണ്? ആ ഒരു CA സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ കൊണ്ട് മാത്രമല്ല, അത് CA കോഴ്സിൻ്റെ കൂടെ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾഷിപ്പ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ആക്ച്വലി CA കോഴ്സിന് അത്രയും വാല്യൂ കൊടുക്കുന്ന ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ACCA സ്റ്റുഡൻസും ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസൊക്കെ മാക്സിമം കിട്ടാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ നേടിയെടുക്കാൻ പറ്റുവാണെങ്കിൽ ഫസ്റ്റ് ജോബ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആ ഒരു ഫ്രഷർ ടൈറ്റിൽ വരുമ്പോഴാണ് പലപ്പോഴും റിക്രൂട്ടേഴ്സിന് റിക്രൂട്ട് ചെയ്യാനായിട്ട് ഒരു ഇത് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സെൽഫ് മാർക്കറ്റിങ്ങിൻ്റെ കുറവാണ്. അതായത് സ്റ്റുഡൻസിന് അവരെ തന്നെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും കറക്റ്റായിട്ട് പറ്റാറില്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ആ ഒരു ഫസ്റ്റ് ജോബ് ക്രാക്ക് ചെയ്യുന്നത് കുറച്ച് ടഫായിട്ട് തോന്നാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് സെറ്റാക്കാം അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ജോബ് എങ്ങനെ ഈസിയായി ക്രാക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ബിൽഡ് ദ റൈറ്റ് മൈൻഡ് സെറ്റ്. ഫസ്റ്റത്തെ ആ ഒരു ജോബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലേൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ക് വെക്കാം. പലപ്പോഴും ഈ സ്റ്റുഡൻസ് പാസ്സായി കഴിയുമ്പോൾ തന്നെ അത് ചിലപ്പോൾ അവർ കുറേ ആഡൊക്കെ കണ്ടിട്ടായിരിക്കും വരാം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വളരെ ഹൈ ആയിരിക്കും. എക്സ്പെക്റ്റേഷൻ ഹൈ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ആ ഒരു സ്റ്റാർട്ടിങ് ഫസ്റ്റ് ജോബ് തന്നെ ഒരു ബിഗ് 4 അല്ലെങ്കിൽ അത്രയും ഹൈ സാലറിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. ആ ഒരു ഫസ്റ്റ് ജോബ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കുക. നിങ്ങൾക്ക് ആ ഒരു ജോബിൽ നിന്ന് മാക്സിമം ലേൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ജോബ് നിങ്ങൾക്ക് നെക്സ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടൊരു 2 years അല്ലെങ്കിൽ 2 to 3 years നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമോ, അതിലും വലിയ ഓപ്പർച്യൂണിറ്റീസ് അത് യൂസ് ചെയ്ത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അതൊക്കെയാണ് ഫസ്റ്റ് ജോബിൽ നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ജോബിൽ നമ്മൾ സാലറിയേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എപ്പോഴും ലേണിങ്ങിലാണ്. അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ആ ഒരു ഫസ്റ്റ് 1 or 2 years ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതുപോലെ നമ്മൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ബിഗ് 4 മാത്രം എന്നല്ല, ബാക്കിയും ഒരുപാട് നല്ല ടോപ്പ് കമ്പനീസ് ഉണ്ട്. അവിടെയും ട്രൈ ചെയ്യാനായിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ഈ ഒരു നിങ്ങളൊരു ഫസ്റ്റ് ജോബിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ
പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റ് മീറ്റ്, കാരണം നമുക്ക് ACCA മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു 3 ഇയേഴ്സിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്കിൽസ് മാക്സിമം ഡെവലപ്പ് ചെയ്യുക, അത് നിങ്ങളുടെ റെസ്യൂമേയിൽ ഷോക്കേസ് ചെയ്യുക, അത് യൂസ് ചെയ്തിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഗ്രാസ്പ് ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ വൺസ് നിങ്ങളൊരു ജോബിൽ കയറിയാലും ലേണിംഗ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, വീണ്ടും ലേൺ ചെയ്യാനായിട്ട്, പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്കിൽസിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ചൂസ് ദ റൈറ്റ് റോൾ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഏത് റോളിലേക്ക് പോകാൻ ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ടാക്സ് ഫീൽഡിലേക്ക് പോകാനാണോ, അല്ലെങ്കിൽ ഓഡിറ്റ് റോളാണോ നിങ്ങളുടെ ഡ്രീം, അല്ലെങ്കിൽ ഫൈനാൻസ് ഫീൽഡാണ്, അക്കൗണ്ടിങ് ഫീൽഡ് ഏതാണോ, നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് ഏതാണെന്ന് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ആ ഒരു അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ജോബ്, ഇപ്പോൾ നമ്മളൊരു ടാക്സ് ഫീൽഡിൽ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബിലേക്കൊക്കെ ഫസ്റ്റ് എൻട്രി ചെയ്യാനായിട്ട് നോക്കാം. ദെൻ നെക്സ്റ്റ് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. ഇപ്പോൾ മിക്ക കമ്പനീസിൻ്റെ കേസിലും അവരെപ്പോഴും പ്രെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതലും ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് റെഫറൽ ത്രൂ ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക, ACCA ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ ലിങ്ക്ഡിനിലൊക്കെ ആണെങ്കിലും മാക്സിമം നിങ്ങളുടെ പ്രൊഫൈൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ച് മാക്സിമം കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ നിങ്ങളുടെ ഇപ്പോൾ സീനിയേഴ്സായിട്ട് പഠിച്ച, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് ACCA സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ സീനിയേഴ്സ്, അവരൊക്കെ മേ ബി ഇപ്പോൾ നല്ല കമ്പനീസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ ആയിട്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിട്ട് അവരുടെ കമ്പനീസിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ ആ റെഫറൽ ത്രൂ ആണ് നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ കോളൊക്കെ കിട്ടുന്നതെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അതായത് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നല്ല, പക്ഷേ എന്നാലും കമ്പനിക്ക് കുറച്ചുകൂടെ ട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ആ ഒരു ഇനിഷ്യൽ സ്റ്റെപ്പ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആകും. അപ്പോൾ മാക്സിമം റെഫറൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ACCAയുടെ റിസോഴ്സസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ACCAയുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ജോബ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഫസ്റ്റ് വരുന്നതാണ് ACCAയുടെ കരിയർ നാവിഗേറ്റർ. അതായത് നിങ്ങൾക്ക് ഏത് റോളാണ് ആപ്റ്റായിട്ടുള്ളത്, ടാക്സേഷൻ ആണോ, ഓഡിറ്റ് ആണോ, അല്ലെങ്കിൽ ഏത് റോളാണ്, ഇത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു ടൂൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് ACCAയുടെ ഒരു കരിയർ പോർട്ടലുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആണ്, കാരണം അതിൽ ACCA ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർ ഡെയിലി പോസ്റ്റ് ചെയ്യാറുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും അതുപോലെ ഓൾ ഓവർ ദ വേൾഡിലുള്ള എല്ലാ ജോബ് ഓപ്പർച്യൂണിറ്റീസും കറക്റ്റായിട്ട് ഈ ഒരു കരിയർ പോർട്ടലിൽ ലിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അത് ജസ്റ്റ് ACCAയുടെ വെബ്സൈറ്റിലൂടെ മാത്രമല്ല അപ്ലൈ ചെയ്യേണ്ടത്, നമുക്ക് അവരുടെ വെബ്സൈറ്റിലും പോയിട്ട്, ആ ഒരു കമ്പനീസിൻ്റെ വെബ്സൈറ്റിലും പോയിട്ട് ഡീറ്റെയിൽസ് എടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ACCAയുടെ എത്തിക്സ് മൊഡ്യൂൾ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു എംപ്ലോയബിൾ റെഡി ആക്കാനായിട്ടുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സസ് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആകുന്നതാണ് ഈ ഒരു എത്തിക്സ് പ്രൊഫഷണൽ സ്കിൽസ് മൊഡ്യൂൾ വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ജോബിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ജോബിൽ കയറി മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യക്ക് ആ ഒരു പെർഫോമൻസ്, നമ്മുടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ACCA ലോഗിൻ ത്രൂ നിങ്ങളത് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നൊരു യൂസ്ഫുൾ ടൂളാണ് ACCAയുടെ കരിയർ അഡ്വൈസ് ഹബ്ബ്. നിങ്ങൾ എങ്ങനെയാണ് CV പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ, അങ്ങനെ ഒരുപാട് നിങ്ങളെ ആ ഒരു ഫസ്റ്റ് ജോബിലേക്ക് ഗൈഡ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് ഇതിൽ അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മൾക്ക് ഒരു ഫസ്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മെയിൻലി വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത്, നമുക്ക് ലിങ്ക്ഡിൻ ത്രൂ സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ജോബ് സൈറ്റുകളുണ്ട്, ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യാം. അതുപോലെ ACCAയുടെ ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും ACCAയുടെ തന്നെ ആ ഒരു കരിയർ ഹബ്ബാണ്. അപ്പോൾ ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു റെസ്യൂമെ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഒരു റെസ്യൂമെയിൽ തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഓരോ ജോബിനും ആ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള റെസ്യൂമെ അല്ലെങ്കിൽ CV ആയിരിക്കണം നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. ജനറിക് ആയിട്ട് ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് എല്ലാ ജോബിനും അത് തന്നെയല്ല സെൻഡ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോ ജോബിനും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള റെസ്യൂമെയാണ് സെൻഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ACCA ഏത് ലെവലിലാണുള്ളത്, അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെല്ലാം അഡീഷണൽ ക്വാളിഫിക്കേഷൻസ്, സർട്ടിഫിക്കേഷൻസ്, ഇതെല്ലാം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ നിങ്ങളുടെ റെസ്യൂമെ എന്ന് പറയുന്നത് എപ്പോഴും ATS ഫ്രണ്ട്ലി ആയിരിക്കും. പല ബിഗ് 4 അല്ലെങ്കിൽ MNC കമ്പനീസും
റെസ്യൂമെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഓട്ടോമേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് റെസ്യൂമെ ബിൽഡർ AI ടൂൾസ് ഒക്കെ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് ATS ഫ്രണ്ട്ലി ആണോ എന്ന്. അപ്പോൾ ഇതൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങളുടെ റെസ്യൂമെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ടും. ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് നമ്മൾ റെസ്യൂമെ സെൻഡ് ചെയ്യുന്നു. ചിലപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാം ഒക്കെ ഉണ്ടായിരിക്കും, ചെറിയൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അതിനൂടെ നിങ്ങൾ പ്രിപ്പയർ ആവുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായാലും ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ പല സ്റ്റുഡൻസിനും അക്കാഡമിക്കിൽ നോക്കുകയാണെങ്കിൽ നന്നായി പെർഫോം ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. പക്ഷേ ഇൻ്റർവ്യൂ ചിലപ്പോഴും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇവർ ചിലപ്പോൾ റാങ്കൊക്കെ വാങ്ങി വന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇൻ്റർവ്യൂവിൽ അത് കറക്റ്റായിട്ട് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മളെ തന്നെ സെല്ല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു ജോബ് ഒരിക്കലും കിട്ടത്തില്ല. അത് നിങ്ങൾ എത്ര വലിയ റാങ്ക് ഹോൾഡർ ആണെന്ന് പറഞ്ഞാലും ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വേണ്ട കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ് ഫസ്റ്റ് അവർ ചെക്ക് ചെയ്യുന്നത്. ദെൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഫസ്റ്റ് നമ്മുടെ തന്നെ ആ ഒരു കോർ അക്കാഡമിക്സിലാണ്. ഇപ്പോൾ നമ്മൾ ACCയിൽ തന്നെ പഠിക്കുന്ന ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പോൾ FR, AA, ടാക്സ് പോലുള്ള സബ്ജക്റ്റുകളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടെക്നിക്കൽ നോളജ് എന്തായാലും ചെക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്തിട്ട്, അത് എക്സാമിന് വേണ്ടി മാത്രമുള്ളതല്ല, അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. സെക്കൻഡ്, നമ്മൾ ആ ഒരു കമ്പനിയെ പറ്റി പ്രോപ്പറായി റിസർച്ച് ചെയ്ത് സ്റ്റഡി ചെയ്ത ശേഷം മാത്രമായിരിക്കണം ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ടത്. അതിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് AI ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കമ്പനിയുടെ വെബ്സൈറ്റിന് ലിങ്കൊക്കെ ജസ്റ്റ് ChatGPT ജെമിനി പോലുള്ള ടൂളുകളിൽ കൊടുത്തിട്ട് ആ കമ്പനിയുടെ ഇൻഫർമേഷൻസ് സമ്മറി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ കമ്പനിയെ പറ്റി പ്രോപ്പർ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. നോർമൽ ഒരു ഇൻ്റർവ്യൂവിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും. അതുപോലെ അതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ട്രെയിൻഡ് ആയിട്ട് പോകുക. ഇപ്പോൾ ഗൂഗിളിൻ്റെയൊക്കെ AI സ്റ്റുഡിയോ പോലുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇൻ്റർവ്യൂവിന് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം സ്കില്ലാണ്. അതായത് ACC കോഴ്സിൽ നിങ്ങൾ തിയറട്ടിക്കലായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിൽ ഫെമിലിയർ ആയിരിക്കില്ല, ERP സോഫ്റ്റ്വെയർസ് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ എക്സൽ നമുക്ക് അറിയാമെങ്കിൽ ഇപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടാവില്ല. അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യുക, ചെറിയ സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് കോഴ്സുകളൊക്കെ ചെയ്യാനായിട്ട് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരുപാട് AI ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്രം സ്ക്രാച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ലേൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ എക്സൽ, പവർ BI, അതുപോലെ SAP, ടാലി പോലുള്ള സോഫ്റ്റ്വെയർസിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടാനായിട്ട് അല്ലെങ്കിൽ അതിൽ ട്രെയിൻഡ് ആയിരിക്കാനായിട്ട് നോക്കുക. അത് നിങ്ങളുടെ റെസ്യൂമിൽ പ്രോപ്പറായിട്ട് ആഡ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനും ജോബിൽ നന്നായി പെർഫോം ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് ജോബ് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള മെയിൻ സ്റ്റെപ്സ് വരുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഫസ്റ്റ് ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കുക ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എൻട്രി പാസ് മാത്രമാണ്. അതിൻ്റെ കൂടെ നിങ്ങളുടെ സ്കിൽസ് കൂടെ വെക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു നല്ല ജോബ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് ഫസ്റ്റ് ഫൈൻഡ് ചെയ്യുക. അതിനായിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് പോർട്ടൽസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അതുപോലെ ലിങ്ക്ഡിനിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കറക്റ്റായിട്ട് പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ അപ്ഡേറ്റ്സ്, അതുപോലെ നിങ്ങൾ ഏതെങ്കിലും എക്സാം പാസ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് ഇതൊക്കെ ഇതിൽ ഷോക്കേസ് ചെയ്യാനായിട്ട് നോക്കുക. ലിങ്ക്ഡിൻ ത്രൂ മാക്സിമം നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സീനിയേഴ്സ് ACCയിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഫൈനാൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് മാക്സിമം കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. അതുപോലെ ACCയുടെ ജോബ് അപ്ഡേറ്റ്സ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും നമ്മൾ എപ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ACCയുടെ റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും അതുപോലെ ജോബ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അതിൽ ലഭിക്കുന്നതാണ്. അതുപോലെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുക, മാക്സിമം അപ്സ്കിൽ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ജോബ് എല്ലാവർക്കും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇനിയും എന്തെങ്കിലും സ്ട്രഗിൾസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മടിക്കേണ്ട.